ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 51. ആരാ? മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതിലും ഞെട്ടലായിരുന്നു അഞ്ജുവിന് നേരെ വന്ന ആ ചോദ്യം. അവൾ പകച്ചു മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. വളരെ മാറിപ്പോയിരിക്കുന്നു, ആകെ ക്ഷീണിച്ചിരിക്കുന്നു. കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് നിറം, അലസമായ വസ്ത്രധാരണം. എപ്പോഴും നല്ല നീറ്റായി നടന്നിരുന്ന ആളുടെ നിഴൽ രൂപം മാത്രമാണ് തനിക്ക് മുന്നിലെന്ന് അവൾക്ക് തോന്നി. അതിൽ കൂടുതൽ അവളെ ആശങ്കയിലാഴ്ത്തിയത് ആ കണ്ണുകളിൽ തന്നെ കണ്ടതിലുള്ള ഞെട്ടലോ, എന്തിന് ഒരു പരിചിത ഭാവം പോലും മുഖത്തില്ല. ഇനി തന്നെ മനസ്സിലായില്ലേ? ആളുടെ രൂപത്തിൽ മാറ്റമുണ്ടെങ്കിലും തന്റെ പ്രാണനായവനെ അവൾ തിരിച്ചറിഞ്ഞു. തന്റെ കിച്ചേട്ടൻ. ഒരിക്കൽ കൂടി കാണരുത് എന്ന് പ്രാർത്ഥിച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങി വന്നതാണ്. എന്നെങ്കിലും ഒരിക്കൽ കണ്ടുമുട്ടേണ്ടി വന്നാൽ ആ കണ്ണുകളിൽ ദേഷ്യമോ വെറുപ്പോ ഒക്കെ കാണും എന്ന് കരുതിയെടുത്ത് ഇന്ന് അപരിചിതത്വം മാത്രമാണ്. മനസ്സിലാവാതിരിക്കാൻ മാത്രം മാറിപ്പോയോ താൻ? നിമിഷ നേരം കൊണ്ട് അവളുടെ ഉള്ളിൽ ചോദ്യങ്ങൾ നിറഞ്ഞു. അവൾ പറഞ്ഞ് മുഴുവനാക്കും മുന്നേ വീണ്ടും ചോദ്യം എത്തിക്കഴിഞ്ഞിരുന്നു. ഓ, മലയാളം അറിയില്ലായിരിക്കും. നീ ആര്? എതുക്കാകെ ഇങ്ങ് വന്നിട്ടേ? അവനോട് എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൾ തറഞ്ഞു നിന്നു. അവൻ വീണ്ടും ചോദിച്ചതും അവൾക്ക് പൂർണ്ണബോധ്യമായി അവൻ തന്നെ മറന്നിരിക്കുന്നു എന്ന്. ആരോടും പറയാതെ യോഗ്യതയില്ലാത്തതുകൊണ്ട് മാത്രം തന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന തന്റെ പ്രണയം, തന്റെ കിച്ചുവേട്ടൻ. ഇന്ന് ആ ആൾക്ക് തന്നെ ഓർമ്മ പോലുമില്ല, തിരിച്ചറിയുന്നുകൂടിയില്ല. അവൾ ഒന്ന് കണ്ണടച്ച് തന്റെ കുതിച്ചുയരുന്ന നെഞ്ചിരിപ്പിനെ വരുതിയിലാക്കി. ശേഷം കണ്ണു തുറന്ന് അവന് മുന്നിൽ ചെന്നു നിന്നു. തളരരുത്, പിടിച്ചു നിന്നേ പറ്റൂ. ഒരിക്കൽ ഉപേക്ഷിച്ചതൊന്നും ഒന്നിനെയും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. ഹൃദയം മുറിഞ്ഞ് രക്തം കിരിയുമ്പോഴും അവൾ മനസ്സ് കല്ലാക്കി അവന് മുന്നിൽ നിന്നു. ഞാൻ അച്ചു, മുരുകണ്ണം പറഞ്ഞിട്ട് ഇവിടുത്തെ പണിക്ക് വന്നതാണ്. താൻ പേര് മാറ്റി പറയുമ്പോൾ അവന്റെ മുഖത്ത് വല്ല ഭാവവ്യത്യാസവും ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിലും ഒരു നേരിയ ഭാവമാറ്റം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ അവൾക്ക് നിരാശ തോന്നി. ഓ, ഓക്കെ. ഞാൻ ഇന്നലെ അണ്ണനോട് പറഞ്ഞിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ഫാമിലി നാട്ടിലാണ്, പോലീസിലാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ലീവിലാണ്. ഇയാളെന്നും നേരത്തെ വന്ന് പണികൾ തുടങ്ങണം. എനിക്ക് ഫുഡ് നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് ഇഷ്ടമല്ല, ചൂടോടെ കിട്ടണം. സോ രാത്രി വരെ ഇവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വേറെ വല്ല സ്ഥലത്തും പണിക്ക് പോകാം എന്ന് കരുതണ്ട. അതിനുകൂടി ചേർത്ത് സാലറി എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, തന്നേക്കാം. പിന്നെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത്. വരിക, തന്റെ പണി ചെയ്യുക, തിരിച്ചു പോകുക. വേറെ ഒരു കാര്യവും ശ്രദ്ധിക്കാൻ നിൽക്കരുത്. സമ്മതമാണെങ്കിൽ അടുക്കളയിൽ ചെന്ന് ഒരു കോഫി കൊണ്ടുവന്നോളൂ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. അഞ്ജുവിന് സ്വയം പുച്ഛം തോന്നി. ഒന്നെങ്കിൽ കിച്ചുവേട്ടൻ തന്നെയും തന്നോടുണ്ടായിരുന്ന പ്രണയവും പൂർണ്ണമായും മറന്നിരിക്കുന്നു, അതല്ലെങ്കിൽ എന്നെ പോലെ പിഴച്ചവളെ അറിയാമെന്ന് മറ്റുള്ളവർ അറിയുന്നത് കുറച്ചിലായി തോന്നിക്കാണും തന്റെ കിച്ചുവേട്ടന്. അതുകൊണ്ടാണ് അറിയാത്ത പോലെ നടിക്കുന്നത്. എന്തു തന്നെയായാലും നന്നായി. ആ ജീവിതത്തിൽ തനിക്ക് ഒരു സ്ഥാനവും ഉണ്ടാവാൻ പാടില്ല. സുഖമായി സന്തോഷമായി കുടുംബമായി ജീവിക്കട്ടെ. നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ അടുക്കളയിൽ ചെന്ന് കോഫി ഉണ്ടാക്കി അവന്റെ റൂമിലേക്ക് നടന്നു. അടഞ്ഞു കിടന്ന വാതിലിൽ തട്ടി അത് തുറന്ന് അകത്ത് കടന്നു. കട്ടിലേക്ക് കിടക്കുന്നവന്റെ അടുത്ത് ചെന്നു നിന്നു. സർ, തന്നെ മറന്ന ആളെ ഇനി കിച്ചുവേട്ടൻ എന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് അവളും കരുതി. അവളുടെ വിളി കേട്ടതും അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് അവളെ നോക്കി. ആ കണ്ണുകളിൽ അത്രയും നേരം ഇല്ലാതിരുന്ന ഒരു ദേഷ്യം കണ്ടെങ്കിലും അത് തന്റെ തോന്നൽ മാത്രം ആവുമെന്ന് കരുതി അവൾ കോഫി അവന് നേരെ നീട്ടി. പെട്ടെന്ന് തന്നെ അവൻ ആ കോഫി വാങ്ങി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അവൻ അത് വാങ്ങിയതും തിരിഞ്ഞു നടക്കാൻ പോയവളെ അവൻ തടഞ്ഞു. അച്ചു, ഈ കപ്പ് കൊണ്ടുപോയിക്കോളൂ. അവൻ പറഞ്ഞു കേട്ടതും ഇത്രയും ചൂടുള്ള കോഫി ഇത്ര പെട്ടെന്ന് കുടിച്ചു തീർത്തോ എന്ന് അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ടേബിളിൽ ഇരിക്കുന്ന കോഫി കപ്പും മദ്യം കുപ്പി പൊട്ടിച്ച് വെള്ളം പോലും ചേർക്കാതെ വായിലേക്ക് കമത്തുന്ന കിച്ചുവിനെയുമാണ്. അത്രയും നേരം മനസ്സിൽ നിറഞ്ഞു നിന്ന സങ്കടം മാറി
അവിടെ ഒറ്റ നിമിഷം കൊണ്ട് ദേഷ്യം നിറഞ്ഞു. തന്റെ മുന്നിൽ വെച്ച് ഒരു മടിയും കൂടാതെ കുടിക്കുന്നവനെ കാണെ അവനെ തടയുവാനായി മുന്നോട്ട് നടന്ന അഞ്ജു പിന്നീട് അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടതും തറഞ്ഞു നിന്നു. നീ എന്ന് നോക്കി നിൽക്ക? ആ കപ്പ് എടുത്ത് പോയിക്കോളാൻ ഞാൻ പറഞ്ഞതല്ലേ. വേലക്കാരിയായ നിനക്ക് ഇനി മാനേഴ്സ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു തരണോ? തന്റെ സ്ഥാനം എന്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ. അത്രയും നേരം തോന്നിയ ദേഷ്യം മാറി ഉള്ളിൽ പിന്നെയും സങ്കടം നിറഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു. തന്റെ കണ്ണുനീര് അവൻ കാണുന്നതിന് മുന്നേ കപ്പും എടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. അന്നത്തെ ദിവസം മുഴുവൻ പലപ്പോഴായി വീണ്ടും റൂമിലേക്ക് ഓരോ ആവശ്യങ്ങൾക്കായി പോകുമ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നവനെ കാണുകെ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നാൽ അവൻ അവളെ ശ്രദ്ധിച്ചതേയില്ല. താൻ കാരണമാണോ? അല്ലല്ലോ, തന്നെ ഓർമ്മ കൂടിയില്ലല്ലോ. പിന്നെ പിന്നെ ഇങ്ങനെ കുടിച്ച് സ്വയം നശിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചത്? ഉത്തരങ്ങൾ കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു ദിവസം കൊണ്ട് അവളിൽ കൂടുകൂട്ടി. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നിരിക്കുമ്പോഴും കയ്യിൽ മദ്യം നിറച്ച ഗ്ലാസും പിടിച്ചിരിക്കുന്നവനെ കാണുകെ ദേഷ്യവും സങ്കടവും പരിഭവമായി മാറി. വിളമ്പിക്കൊടുക്കുവാൻ നീണ്ട കൈകൾ മനഃപൂർവ്വം പിൻവലിച്ച് അടുക്കളയിലേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ എടുത്തുവെച്ച ഭക്ഷണം അതുപോലെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി അവനൊന്നും കഴിച്ചില്ലെന്ന്. പക്ഷേ ചെന്ന് വിളിക്കാനോ വിളമ്പിക്കൊടുക്കാനോ ആ നേരം മനസ്സ് സമ്മതിച്ചില്ല. എന്തുകൊണ്ടോ അവളുടെ വിശപ്പും കെട്ടിരുന്നു. അവളും ഒന്നും കഴിച്ചില്ല. രാത്രി മുരുകനൊപ്പം വീട്ടിലെത്തിയിട്ടും മനസ്സ് അസ്വസ്ഥമായിരുന്നു. കിച്ചുവേട്ടൻ സന്തോഷമായി ജീവിക്കുന്നത് കാണുവാൻ വേണ്ടിയല്ലേ ഞാൻ ഒഴിഞ്ഞു മാറിക്കൊടുത്തത്. എന്നിട്ടും എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു എന്ന ചിന്ത അവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും കാണുന്ന ഓരോ കാഴ്ചകൾ ആ ഭ്രാന്ത് കൂട്ടി. ആദ്യം മദ്യമായിരുന്നെങ്കിൽ പിന്നെ സിഗരറ്റും ഹാൻഡ്സും, എന്തിന് മയക്കുമരുന്ന് വരെ ഉപയോഗിക്കുന്നത് കണ്ട് പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വന്നു. ഞാനല്ലേ കൂടാതെ എല്ലാത്തതുള്ളൂ. കിച്ചേട്ടന്റെ ഫാമിലി, മേരിയമ്മ, ജോൺ പപ്പ, കിരണേട്ടൻ, ഡേവിഡ്സൺ, അനു, ഇവരൊക്കെ എവിടെയാ? എന്താ കിച്ചേട്ടൻ അന്വേഷിച്ച് വരികയോ ഇതൊക്കെ തടയുകയോ ചെയ്യാത്തേ? ഞാൻ അന്ന് പോന്നത് പിന്നെ എന്താ സംഭവിച്ചേ? കിച്ചേട്ടനെ പോലെ തന്നെ ആവു കിരണേട്ടനും. അങ്ങനെയാണെങ്കിൽ അനു, അമ്മു മോള് അവൾ ഒറ്റയ്ക്കായിരിക്കുമോ? അന്ന് അവിടെ നിന്ന് എല്ലാവരിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെല്ലാവരും ഉണ്ടാവുമല്ലോ എന്ന ആശ്വാസം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കിച്ചേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ പേടിയാകുന്നു. അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഓരോന്നാലോചിക്കവേ അഞ്ജുവിന് ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. ഭക്ഷണം പോയിട്ട് വെള്ളം പോലും ഇറക്കാത്ത അവസ്ഥ. എത്രയും പെട്ടെന്ന് അനുവിനെയും അമ്മു മോളെയും കാണണം എന്നവൾക്ക് തോന്നി തുടങ്ങി. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തണം. പക്ഷേ അതിനു മുന്നേ തന്റെ കൺമുന്നിൽ കിടന്നു നശിക്കുന്ന ആളെ കണ്ണിൽ നിന്ന് നടിച്ചു പോകാൻ സാധിക്കില്ല. എന്ത് വില കൊടുത്തും ആ പഴയ കിച്ചടനാക്കി മാറ്റണം. അവൾ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ചെന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേ കണ്ടു ഹാളിൽ വന്നിരുന്ന് മദ്യപിക്കുന്നവനെ. സാധാരണ അത് കണ്ട് സങ്കടം വരാറുണ്ട്. ഇന്നത് ശ്രദ്ധിക്കാനേ പോയില്ല. ആളും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. എങ്കിലും ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. കുറച്ചു കഴിഞ്ഞതും മുന്നിലെ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദവും വണ്ടി സ്റ്റാർട്ടാകുന്ന ശബ്ദവും അവൾ കേട്ടു. ആ ശബ്ദം അകന്നുപോയതും മുന്നിൽ തീരുമാനിച്ചുറപ്പിച്ചതിന് പ്രകാരം കിച്ചട്ടൻ റൂമിലേക്ക് നടന്നു. തന്റെ കിച്ചട്ടനെ കൊല്ലാൻ സാധ്യതയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു. മദ്യക്കുപ്പികൾ ഒഴിച്ചു കളഞ്ഞു. സിഗരറ്റ് പാക്കറ്റും മറ്റും സാധനങ്ങളും എടുത്ത് കത്തിച്ചു കളഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നി. ആ നേരം അവന്റെ പ്രതികരണം ആലോചിച്ച് അവൾ ഭയന്നില്ല. താൻ ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് ആലോചിച്ചില്ല. തന്റെ അല്ലേ, നശിക്കാൻ സമ്മതിക്കില്ല എന്ന വാശിയായിരുന്നു അവളിൽ. ബാക്കി പണികൾ ചെയ്തുകൊണ്ടിരിക്കെ കിച്ചേട്ടന്റെ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് അകത്ത് കയറുന്നതും തന്നെ ഒന്ന് നോക്കി റൂമിലേക്ക് കയറുന്നതും കണ്ടു. അഞ്ജു! ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ കിച്ചുവിന്റെ വിളി വന്നതും കഴുകിക്കൊണ്ടിരുന്ന പാത്രം അഞ്ജുവിന്റെ കയ്യിൽ നിന്നും സിങ്കിലേക്ക് വീണു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ വിളിയിൽ അവൾക്ക് ഭയം തോന്നിയില്ല.
പകരം സന്തോഷം തോന്നി. 7 വർഷങ്ങൾക്ക് ശേഷം തന്നെ തേടി ആ വിളി വന്നിരിക്കുന്നു. അതിനർത്ഥം എന്നെ മറന്നിട്ടില്ല. ഞാൻ ആരാണെന്ന് പൂർണ്ണമായും ബോധമുണ്ട്. എന്നിട്ടും കൂടുതൽ ആലോചിക്കും മുന്നേ അവളെ ശക്തിയിൽ പിടിച്ച് വലിച്ചു തിരിച്ചു നിർത്തുകയും കരണം പുകച്ച് അടി വീഴുകയും ചെയ്തിരുന്നു. അടികൊണ്ട് കവിൾ നീറുമ്പോഴും അവളെ ചുടികളിൽ ചെറു പുഞ്ചിരിയുണ്ടായിരുന്നു. എന്റെ മുറിയിലിരുന്ന കുപ്പികളും സിഗരറ്റ് പാക്കറ്റ്സും എവിടെ? ദേഷ്യം കയറി മുറുകിയ മുഖത്തോടെ ചോദിക്കുന്നവനെ കാണുകെ ഒരു ഭയവും ആ സമയം അവൾക്ക് തോന്നിയില്ല. അഞ്ജു, നിന്നോട് ചോദിച്ചത് അതൊക്കെ എവിടെയെന്ന്. ഞാൻ എടുത്തു കളഞ്ഞു. പറഞ്ഞു തീർന്നതും അടുത്ത അടിയും പൊട്ടിക്കഴിഞ്ഞിരുന്നു. നിലത്ത് വീണവളെ വലിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ദേഷ്യം കൂടി അവൻ മറ്റാരോ ആണെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. നീ ആരെന്നടി നിന്റെ വിചാരം? ഇവിടുത്തെ വെറും വേലക്കാരിയായി നീ ആരോട് ചോദിച്ചിട്ടാടി ഈ തോന്നിവാസം കാണിച്ചത്? നിന്നോട് മന്നന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. എന്നിട്ടും എന്ത് ധൈര്യത്തിലടി നീ അതൊക്കെ നശിപ്പിച്ചത്? എന്റെ മേലെ ഒരു അധികാരവും നിനക്കില്ല. ഞാൻ കൂലി തന്ന് പണിക്ക് നിർത്തിയിരിക്കുന്ന വെറും വേലക്കാരി മാത്രമാണ് നീ. അത് മറന്ന് ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നീ ഇവിടേക്ക് പണിക്ക് വരണ്ട, കേട്ടല്ലോ? അവൻ ചോദിച്ചിട്ടും ഒന്നും മറുപടി പറയാതെ നിൽക്കുന്നവളെ കണ്ടതും കിച്ചുവിന് ദേഷ്യം കൂടി വന്നു. പാഞ്ഞു ചെന്ന് അവളെ ഇരുതോളിലും പിടിച്ചു കുലുക്കി. അഞ്ജു, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടോ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ കൈ അവളുടെ ദേഹത്തു നിന്നും എടുത്തു മാറ്റി. സാർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. പക്ഷേ ഞാൻ ഇവിടെ പണിക്ക് നിൽക്കുന്ന കാലത്തോളം ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടാൽ ഞാൻ എടുത്തു കളയും. ധൈര്യത്തോടെ പറയുന്നവളെ കാണുകെ കിച്ചു ഒരു നിമിഷം പകച്ചു നിന്നു. ഓഹോ, നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോ? എങ്കിൽ അതൊന്ന് കാണണല്ലോ. ഇവിടെ നിന്റെ കൺമുന്നിൽ വെച്ച് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും. നീ എന്താ ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നടന്നവനെ വാതിൽക്കൽ എത്തും മുന്നേ അഞ്ജു വിളിച്ചു. വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ കിച്ചുവിന് അടുത്തേക്ക് അഞ്ജു നടന്നു ചെന്നു. ഞാൻ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണെന്ന് ഞാൻ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. പക്ഷേ സാർ ഒരു കാര്യം മറന്നു. ഇന്ന് കുറെ തവണ സാർ എന്നെ അഞ്ജു എന്ന് വിളിച്ചു. ഞാൻ അഞ്ജു അല്ല, അച്ചു ആണ്. അവൾ പറഞ്ഞു നിർത്തിയതും അടുത്ത ടേബിളിൽ ഇരുന്നിരുന്ന ജഗ് എടുത്ത് കിച്ചു നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ഉടച്ചു. ശേഷം അവളെ ഒന്ന് നോക്കി കാറ്റുപോലെ അവൻ മുറിയിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. തന്നെ അവന് ഓർമ്മയുണ്ട് എന്നറിഞ്ഞപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അവൻ തന്നെ വെറുക്കേണ്ടത് തന്റെ ആവശ്യമാണ്. അതുകൊണ്ട് മുന്നോട്ടും ഇങ്ങനെ തന്നെ പെരുമാറിയേ പറ്റൂ. വൈകുന്നേരം ആവുന്നതുവരെ അവൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ അവൾ ചെന്ന് പലതവണ വാതിൽ തട്ടിയെങ്കിലും അവൻ വാതിൽ തുറന്നില്ല. കുറച്ചു കഴിഞ്ഞതും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് അഞ്ജു ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവൾ ഞെട്ടി പിന്നോട്ട് അടിവെച്ചു.